ഹായ് ഫ്രണ്ട്, യു എയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമുണ്ടോ? കോർപ്പറേറ്റ് ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 54 ഇതേപ്പറ്റി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ചില കേസുകളെ പറ്റി ഒരു മിനിസ്ട്രിയൽ ഡിസിഷൻ വന്നിരുന്നു. മിനിസ്ട്രിയൽ ഡിസിഷൻ നമ്പർ 82 ഓഫ് 2023. അത് പിന്നീട് പിൻവലിച്ച് പുതിയൊരു മിനിസ്ട്രിയൽ ഡിസിഷൻ വന്നു, മിനിസ്ട്രിയൽ ഡിസിഷൻ നമ്പർ 84 ഓഫ് 2025. അത് പ്രകാരം 3 കാറ്റഗറി ആളുകളാണ് കോർപ്പറേറ്റ് ടാക്സ് നിയമപ്രകാരം യു എയിൽ ഓഡിറ്റ് നിർബന്ധമുള്ളവർ. ഒന്ന്, കോർപ്പറേറ്റ് ടാക്സ് നിയമത്തിലെ ചാപ്റ്റർ 12 ആർട്ടിക്കിൾ 40, 41, 42 പറഞ്ഞിട്ടുള്ള പ്രകാരം ഫോം ചെയ്ത ടാക്സ് ഗ്രൂപ്പുകൾ. അവർ അവരുടെ റവന്യൂ എത്ര തന്നെയായാലും FT എഡിഷൻ നമ്പർ 7 ഓഫ് 2025 പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ പർപ്പസ് അഗ്രിഗേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുകയും അത് യു എയിൽ അപ്രൂവ്ഡ് ആയ ഏതെങ്കിലും ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തിരിക്കുകയും വേണം. രണ്ടാമതായി ഓഡിറ്റ് നിർബന്ധമുള്ളവർ ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 18 പറയുന്ന രൂപത്തിലുള്ള എല്ലാ കണ്ടീഷൻസുകളും ഫുൾഫില്ല് ചെയ്ത് 0% ടാക്സ് ബെനിഫിറ്റ് എടുക്കുന്ന ക്വാളിഫയിങ് ഫ്രീ സോൺ പേഴ്സണുകളാണ്. അവരും അവരുടെ റവന്യൂ എത്ര തന്നെയായാലും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യു എയിൽ അപ്രൂവ്ഡ് ആയ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. മൂന്നാമതായി മറ്റുള്ളവരാണ്. അവരുടെ റവന്യൂ ഒരു ടാക്സ് പീരീഡിൽ 50 മില്യൺ ദിർഹംസിൽ കൂടുകയാണെങ്കിൽ അവരും അവരുടെ അക്കൗണ്ട്സ് നിർബന്ധമായും ഓഡിറ്റ് ചെയ്തിരിക്കണം. ഈ പറഞ്ഞത് കോർപ്പറേറ്റ് ടാക്സ് ലോ നിയമപ്രകാരമുള്ള ഓഡിറ്റുകളാണ്. യു എയിലെ കൊമേഴ്സ്യൽ കമ്പനി ലോ പ്രകാരവും അതേപോലെ ഓരോ ഫ്രീ സോൺ അതോറിറ്റിയുടെ റിക്വയർമെന്റ്സ് പ്രകാരവും ഓഡിറ്റ് നിർബന്ധമായ കേസുകൾ വേറെയുമുണ്ട്. അതുപോലെ ഏതൊരു ടാക്സബിൾ പേഴ്സണോടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ ആവശ്യപ്പെടാനുള്ള അധികാരം ആർട്ടിക്കിൾ 54 FTAക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം യു എയിൽ അപ്രൂവ്ഡ് ആയ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡായ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളായിരിക്കണം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം എപ്പോഴും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഓഡിറ്റേഴ്സിന്റെ സേവനം എടുക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു.